Hello, good evening, all. So, today we are going to discuss delegation and ethical issues. Okay, അപ്പോൾ നമുക്ക് start ചെയ്യാം. So, എന്താണ് delegation? What is delegation? Delegation എന്തായിരിക്കും? ഐഡിയ ഉണ്ടോ? സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഡെലിഗേഷൻ ഇറ്റ് ഈസ് ദ അസൈൻമെന്റ് ഓഫ് ടാസ്ക്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെലിഗേഷന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. സോ വാട്ട് ഈസ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ ഈസ് ദ അസൈൻമെന്റ് ഓഫ് എൻ അതോറിറ്റി ടു അനദർ പേഴ്സൺ ടു ക്യാരി ഔട്ട് സ്പെസിഫിക് ആക്ടിവിറ്റീസ്. അതായത് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അതോറിറ്റി ഒരു പേഴ്സണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് അബൌട്ട് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ? ഒരു ഡെലിഗേഷന് 3 എലമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, ഈ ഡെലിഗേഷൻ ഷുഡ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ദ സെക്കൻഡ് ഈസ് അതോറിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ ഈസ് accountability. So these are the 3 elements of delegation. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർപ്പസ് ഓഫ് ഡെലിഗേഷൻ ആണ്. എന്തൊക്കെയാണ് ഡെലിഗേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് ഫോർ അസൈനിങ് റൂട്ടീൻ ടാസ്ക്. ഒരു റൂട്ടീൻ ടാസ്ക് അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഡെലിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫോർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഡെലിഗേഷൻ യൂസ് ചെയ്യുന്നു. ദെൻ ടു റെഡ്യൂസ് വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡെലിഗേഷൻ ചെയ്യാറുണ്ട്. പിന്നെന്താണ്, ഇപ്പൊ നേഴ്സ് മാനേജർ ജോബിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനൊക്കെ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിഗേഷൻ ചെയ്യുന്നു. ദെൻ ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ്. പിന്നെന്താണ്, അസൈനിങ് ടാസ്ക്. അതായത് ഇപ്പൊ നേഴ്സ് മാനേജർക്ക് എന്തെങ്കിലും ടൈം ഇല്ലാത്തൊക്കെ വരുമ്പോ ആ സിറ്റുവേഷനിൽ അവരുടെ ടാസ്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവര് അസൈൻ ചെയ്യാറുണ്ട്. ദെൻ ടൈം സേവിങ് ആണ്. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഡെലിഗേഷൻ ചെയ്യും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ. മെയിൻ ആയിട്ട് 2 ഡെലിഗേഷൻസ് ആണ് നമുക്കുള്ളത്, ഫോർമൽ ഡെലിഗേഷൻ ആൻഡ് ഇൻഫോർമൽ ഡെലിഗേഷൻ. എന്താണ് ഫോർമൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്? ഫോർമൽ ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ത്രൂ പ്രോപ്പർ ചാനൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രം നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതിന് താഴെയുള്ള നഴ്സ് മാനേജറിലെത്തി, ദെൻ ഹെഡ് നഴ്സ് എത്തി, ദെൻ അവിടെ നിന്ന് നഴ്സ് ഇൻചാർജ് വഴി ഒരു സ്റ്റാഫ് നഴ്സിലോട്ട് ഒരു ടാസ്ക് എത്തുന്നു. സോ ത്രൂ എ പ്രോപ്പർ ചാനൽ നമുക്കൊരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ് വി കോൾഡ് ഇറ്റ് ആസ് ഫോർമൽ ഡെലിഗേഷൻ. ദെൻ വാട്ട് അബൌട്ട് ഇൻഫോർമൽ ഡെലിഗേഷൻ? ഇൻഫോർമൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ത്രൂ പ്രോപ്പർ ചാനൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ എങ്ങനെയാണ് ഡെലിഗേഷൻ ചെയ്യുന്നത്? അവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സബോർഡിനേറ്റ് തന്നെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യുന്നു? ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫോർമൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഡെലിഗേറ്റിംഗ് എറേഴ്സ്. എന്തൊക്കെയാണ് ഡെലിഗേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എറേഴ്സ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് അണ്ടർ ഡെലിഗേറ്റിംഗ്. അണ്ടർ ഡെലിഗേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എംപ്ലോയിഡ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു നഴ്സിന്റെ കാപ്പബിലിറ്റിയോ സ്കില്ലോ ഒന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതായത് അവർക്ക് കാലിബർ ഇല്ല, കാപ്പബിലിറ്റി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ ഡെലിഗേറ്റിംഗ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഓവർ ഡെലിഗേറ്റിംഗ്. എന്താണ് ഓവർ ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത്? അത് നമ്മൾ എന്താ ബേർഡൻ പോലെ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അവർക്ക് കപ്പാസിറ്റി ഉണ്ടാവും, കാപ്പബിലിറ്റി ഉണ്ടാവും, പക്ഷെ എന്താണ്? ഒരു ബേർഡൺ ആയിരിക്കും അവരെ സംബന്ധിച്ച്. എക്സ്ട്രാ നമ്മൾ കുറെ അധികം ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രോപ്പർ ഡെലിഗേറ്റിംഗ്. ഇംപ്രോപ്പർ ഡെലിഗേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നമ്മുടെ സ്റ്റാഫിന്റെ കാപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഡ്രോബാക്സുകൾ ഉണ്ട്, അതൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഒന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് നമ്മുടെ ടാസ്കുകൾ പല രീതിയിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് ഡെലിഗേഷൻ? ഡെലിഗേഷന്റെ എലമെന്റ്സ് പറഞ്ഞു, ഡെലിഗേഷന്റെ പർപ്പസ് പറഞ്ഞു, ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ നോക്കി. ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഡെലിഗേഷനില്
ഡെലിഗേറ്റിംഗ് എറേഴ്സ്. പിന്നെ നമ്മൾ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് ഡെലിഗേഷൻ ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസീസ്. നമ്മൾ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഡെലിഗേഷൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഡെലിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡെലിഗേറ്റർ, ആരാണ് ഡെലിഗേറ്റർ? ഡെലിഗേഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡെലിഗേറ്റർ എന്ന് പറയുന്നത്. സോ ബിഫോർ ഡെലിഗേഷൻ, ഡെലിഗേറ്റർ ഷുഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ വാട്ട് ഹി ഓർ ഷീ ഈസ് ഗോയിങ് ടു അസൈൻ അല്ലെങ്കിൽ ഡെലിഗേറ്റ്. അതായത് ഇപ്പൊ അവരെന്താണ് ഡെലിഗേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഡെലിഗേറ്റുകളോട് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ ശ്രദ്ധിക്കുക? ഡെലിഗേഷനിൽ ശ്രദ്ധിക്കുക. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റോൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് ആൻഡ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. ഓരോരുത്തരുടെയും സ്പെസിഫിക് ഫങ്ഷൻസ് എന്താന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ആരാ വരുന്നത്? ആദ്യത്തെ ആൾക്കാർ ആരായിരുന്നു? രജിസ്റ്റേർഡ് നഴ്സ്. എന്താണ് രജിസ്റ്റേർഡ് നഴ്സിന്റെ പെർട്ടിക്കുലർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? രജിസ്റ്റേർഡ് നഴ്സ് എന്തൊക്കെ ചെയ്യും? ദ ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? നഴ്സിംഗ് പ്രോസസ് അല്ലെ? ദ കംപ്ലീറ്റ് നഴ്സിംഗ് പ്രോസസ് വിച്ച് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം അസസ്മെന്റ് ടിൽ ഇവാലുവേഷൻ. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് ആരാ ചെയ്യുന്നത്? രജിസ്റ്റേർഡ് നഴ്സ് ചെയ്യുന്നതാണ്. ദ നെക്സ്റ്റ് ഈസ് ഇൻവാസീവ് പ്രൊസീജിയർ. എല്ലാ ഇൻവാസീവ് പ്രൊസീജിയേഴ്സും ആരാ ചെയ്യുന്നത്? രജിസ്റ്റേർഡ് നഴ്സിനെ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് ഈസ്, അടുത്തത് എന്തായിരിക്കും? പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. അത് ആരുടെ ഫംഗ്ഷൻ ആണ്? രജിസ്റ്റേർഡ് നഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് മോണിറ്ററിംഗ് ആൻഡ് ഹാൻഡിലിംഗ് ദ മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക ആരുടെ ഫംഗ്ഷൻ ആണ്? രജിസ്റ്റേർഡ് നഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് അഡ്മിനിസ്ട്രിങ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് മെഡിസിൻസ് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? രജിസ്റ്റേർഡ് നഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പിന്നെന്താ? എഡ്യൂക്കേറ്റിംഗ്, ഇൻസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? രജിസ്റ്റേർഡ് നഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. ദീസ് ആർ ദ കോമൺ അല്ലെങ്കിൽ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സ്. നൗ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അവരിൽ മെയിൻ ആയിട്ട് വരുന്നത് കോമൺ നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. പിന്നെന്തൊക്കെയാ? ഇപ്പൊ വൈറ്റൽസ് എടുക്കുക, ബെഡ് ബാത്ത് കൊടുക്കുക, അങ്ങനത്തെ കോമൺ നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ആർക്ക് ചെയ്യാൻ പറ്റും? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ എന്താണ്? That can reinforce the education which was given by the registered nurse. ഇപ്പൊ registered nurse കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. Then they can give IM and oral medications. Oral medication, IM medications administer ചെയ്യാൻ ആർക്ക് പറ്റും? LPN പറ്റും. സോ പിന്നെന്താ? ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സിലൊക്കെ ആര് അസിസ്റ്റ് ചെയ്യാൻ പറ്റും? രജിസ്റ്റേർഡ് നഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. ഇനി നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്തായിരിക്കും? മെയിൻ ആയിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ എന്താ? ട്രാൻസ്ഫർ, പിന്നെന്താ? സ്പെസിമെൻ കളക്ഷൻ, പിന്നെ പേഷ്യൻസിന്റെ എന്താണ്? അവരുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, ROM എക്സസൈസ്, ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷനിൽ വരുന്നത്? അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. പിന്നെ നമ്മൾ പറയുന്നതാണ് ആരാണ്? നമ്മുടെ നഴ്സ് മാനേജർ. അവരിൽ കൂടുതൽ എന്താ വരുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അക്രഡിറ്റേഷൻ മെയിൻ്റനൻസ്, പിന്നെന്താ? ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാംസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആരിൽ വരുന്നത്? നമ്മുടെ സേഫ്റ്റി, പേഷ്യന്റ് സേഫ്റ്റി, അതൊക്കെയാണ് ആരുടെ ഫങ്ഷൻസ് മെയിൻ ആയിട്ട് വരുന്നത്? നഴ്സ് മാനേജർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ നഴ്സിംഗ്. എന്തൊക്കെയാണ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് വരുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് അസോൾട്ട്. എന്താണ് അസോൾട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എന്തായിരുന്നു? അസോൾട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വെർബൽ ത്രെട്ടണിങ്. നമ്മൾ നമ്മുടെ പേഷ്യന്റിനെ വെർബലി ത്രെട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അസോൾട്ട് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മാൾ പ്രാക്ടീസ്. മാൾ പ്രാക്ടീസ് എന്താണ്? ഡൂയിങ് മിസ്റ്റേക്ക്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈറ്റൽ സയൻസിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഫോം ചെയ്യാതിരിക്കുക, മിസ് ഡയഗ്നോസിസ് ചെയ്യുക, അതൊക്കെ എന്തിൽ വരുന്നതാ? മാൾ പ്രാക്ടീസ്. ദ നെക്സ്റ്റ് വൺ ഈസ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നെഗ്ലക്ടിങ് ദ പേഷ്യന്റ്. നമ്മൾ പേഷ്യന്റിനെ നെഗ്ലക്ട് ചെയ്യുന്നു, കെയർ കൊടുക്കാതിരിക്കുക പ്രോപ്പർ. ഓക്കെ,
Then the next one is battery. Battery എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫിസിക്കൽ ടച്ച്. അതെന്താ? നമ്മൾ നമ്മുടെ പേഷ്യന്റിനെ ഫിസിക്കലി ഉപദ്രവിക്കുക അല്ലെ? ഫോർ എക്സാമ്പിൾ പിഞ്ചിങ്, പഞ്ചിങ്, സ്ലാപ്പിംഗ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ബാറ്ററിയിൽ വരുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തത് എന്താ? ഫോൾസ് ഇംപ്രിസൺമെന്റ്. ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എനി റീസൺ വി ആർ അഡ്വൈസിങ് അല്ലെങ്കിൽ വി ആർ കമ്പലിംഗ് ദ പേഷ്യന്റ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മൾ ഒരാവശ്യമില്ലാതെ പേഷ്യന്റിന്റെ അടുത്ത് എന്ത് പറയാണ്? കുറച്ചു നേരം കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പറയുവാണ്. ദാറ്റ് ഈസ് ഫോൾസ് ഇംപ്രിസൺമെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡീഫമേഷൻ. എന്താണ് ഡീഫമേഷൻ എന്ന് പറയുന്നത്? നമ്മള് ഒരു പേഴ്സന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഫമേഷൻ എന്ന് പറയുന്നത്. ഡീഫമേഷൻ രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ഡീഫമേഷൻ ഓറലി ആണ് പറയുന്നത്. ഓറൽ ഡീഫമേഷൻ ആണെങ്കിൽ യു ക്യാൻ കോൾഡ് ഇറ്റ് ആസ് സ്ലാൻഡർ. Then if it is a written defamation, it is called a libel. So these are the legal and ethical issues in nursing. Now we are going to discuss ethics in nursing. എന്തൊക്കെയാണ് ethics എന്ന് പറയുന്നത്? The first one is autonomy. Autonomy എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോണോമി എന്തായിരിക്കും? ഓട്ടോണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ നേഴ്സ് നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്? സെൽഫ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അല്ലെ? ഇപ്പൊ ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പൊ നമുക്ക് എന്താ പറയാ, കുറെ സജഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ എല്ലാവരുടെയും അഭിപ്രായം ഒന്നും കേട്ടിരിക്കാൻ പറ്റില്ല. സോ അപ്പൊ നമുക്ക് എന്തെടുക്കേണ്ടി വരും? ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. സോ ഓട്ടോണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് ബീയിങ് ഫോഴ്സ്ഡ് ഓർ അല്ലെങ്കിൽ കൺസേൺ. അതായത് ഇപ്പൊ ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ഒന്നും ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോണോമി. Then what about beneficence? Beneficence എന്ന് പറയുമ്പോൾ ആസ് എ nurse you should always work for the അല്ലെങ്കിൽ you should always care for the benefit of the patient. നമ്മൾ എപ്പോഴും നമ്മുടെ പേഷ്യന്റിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. And the next one is non-maleficence. Non-maleficence means never harm your patient. നമ്മുടെ പേഷ്യന്റിന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഹാം ചെയ്യരുത്. And the next one is confidentiality. Confidentiality means without patient's